നമ്മൾ കേൾക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ സക്സസ് ഫോർമുലയെ പറ്റിയാണ് സംസാരിച്ചത് അല്ലെ. ഒരു സെയിൽസ്മാന്റെ സക്സസ് ഫോർമുലയായിരുന്നു നമ്മൾ 29-ാം തീയതിയാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ 3 പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ട് കേട്ടത്. അപ്പൊ അതിൽ കുറച്ച് പോയിന്റ് കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അന്ന് കേട്ടതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രധാനമായി കേട്ടു അല്ലെ, ഒരു സെയിൽസ്മാന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏത് സെയിലും എടുക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ സക്സസ് ആവാൻ സാധിക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ മൈൻഡ് സെറ്റ് അല്ലെ. എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാൻ അത് ചെയ്യും എന്നുള്ള, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, എനിക്ക് പറ്റും എന്നുള്ള. ചില ആളുകള് ഒരു സാധനം വിൽക്കാൻ വരുമ്പോൾ അവന് തന്നെ അതിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ സെയിൽസ് നടക്കാതെ പോകുന്നത്. അപ്പൊ അവിടെ ആദ്യം നമുക്ക് വേണ്ടത് കൃത്യമായിട്ടൊരു മൈൻഡ് സെറ്റ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് ആ പ്രിപ്പറേഷനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെപ്പറ്റി കൃത്യമായിട്ട് അവയർനെസ് സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം. അദ്ദേഹം വിൽക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അത് എന്തിനു ഉപയോഗിക്കണോ, എങ്ങനെ ഉപയോഗിക്കണം ഒക്കെ, എന്തിന് എങ്ങനെ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് വിശദമാക്കി അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു സെയിൽസ്മാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. മറ്റൊന്ന് എന്താണ്? പിന്നെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്. ഇതൊക്കെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഇത് ആരുടെ അടുത്താ? ഇപ്പൊ ഈ പ്രോഡക്റ്റ് ആവശ്യമില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാതെ പോരുന്നതിനും ഏറ്റവും ബെറ്റർ അല്ലേ. എന്ത് പ്രോഡക്റ്റ് എവിടെ കൊടുക്കണമെങ്കിലും അദ്ദേഹം എന്തറിഞ്ഞിരിക്കണം? കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അറിയുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ. അവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, നീഡ് എന്താണ്, അവരുടെ പെയിൻ പോയിന്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റുക അല്ലെ. ഇതാണ് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞത്. പിന്നെ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഒരു സെയിൽസ്മാന് കൃത്യമായിട്ട് സെയിൽസ് ഗോൾസ് ഉണ്ടാവണമെന്ന് നമ്മളൊന്ന് പറഞ്ഞു അല്ലെ. അത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര വേണം, അത് മന്ത്ലി ആക്കണം, അത് വീക്കിലി ആക്കണം, ഡെയിലി ആക്കണം, അതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ 29-ാം തീയതി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് ഒരുക്കമായി. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒരുക്കമായി. ഇന്ന് ഞാൻ വേറെ കാര്യങ്ങൾക്ക് പോകാതെ നേരെ പോകാൻ കേട്ടോ, കാരണം ബാക്കി പോയിന്റ് ഇന്ന് നമുക്ക് തീർക്കണ്ടേ, അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്, ഇത് ആദ്യത്തെ പോയിന്റിലാണ് അല്ലെ, മൈൻഡ് സെറ്റ് ആൻഡ് പ്രിപ്പറേഷൻ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എന്താ നമ്മൾ പറഞ്ഞ? പ്രോസ്പെക്ടിങ് ആൻഡ് ലീഡ് ജനറേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അത് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട, സെയിൽസും മാർക്കറ്റിംഗും രണ്ട് കാര്യമാണ് കേട്ടോ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലീഡ് ജനറേഷനും സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലോസിങ്ങും റവന്യൂ ക്രിയേഷനുമാണ്. നമ്മള് ആരാ കണ്ടിന്യൂ. മാർക്കറ്റിംഗ് പിന്നെയും വന്നല്ല. നിങ്ങളൊന്ന് എല്ലാവരുടെ ഇതൊന്ന് ഇതാക്കിക്കോ. അതായത് ആരോ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രോസ്പെക്ടിങ് ആൻഡ് ലീഡ് ജനറേഷൻ. ലീഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എന്നുള്ള ഇതിനെ അർത്ഥമാക്കുന്ന ഇത്രേ ഉള്ളൂ, ലീഡ് ജനറേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് ഏതാണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവരിൽ നിന്ന് വരുന്ന ക്വറി, അതായത് അവരെ ഇങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ പാകത്തിനാക്കുക. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു, സോഷ്യൽ മീഡിയ വഴി കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിൽസ് എന്ന് പറയുമ്പോൾ അത് ബിസിനസ്, ആ പ്രോഡക്റ്റ് എന്താണോ എന്നുള്ളത് അവരിലേക്ക് എത്തിക്കുകയും അത് ബിസിനസ് ക്ലോസ് ചെയ്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഈ ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറയുന്നത് രണ്ട് ജോലിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിവിടെ ഡയറക്റ്റ് സെല്ലിങ് ആയതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ജോലിയും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ അതൊന്ന്, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഗോൾഡിന്റെ ഒക്കെ
മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് വരാറുണ്ട്, ഞങ്ങളുടെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഗോൾഡിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സും ഇവിടെ വരാറുണ്ട്. അവർ പറയും ഇന്ന ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്ന അവിടെയുള്ള ജ്വല്ലറികൾ ഇന്ന രീതിയിലുള്ള സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്രോഷർ തരും. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഗോൾഡ് നമുക്ക് മാസം മാസം പൈസ അടച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നമുക്ക് കുറെ പാക്കേജുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മുടെ അടുത്ത് വീട്ടിൽ വരും. അപ്പൊ പറയും നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ അത് മാർക്കറ്റിംഗ് ആണ്. അതായത് ഒരു പുതിയ ജ്വല്ലറി തുടങ്ങിക്കഴിഞ്ഞാൽ അവര് നമ്മളെ വന്ന് അറിയിക്കുകയാണ് അവർക്ക് ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, ഇന്ന ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്, അത് മാർക്കറ്റിംഗ് ആ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജ്വല്ലറി അവിടെ ലീഡ് അവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു, കസ്റ്റമേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞു അല്ലെ. നമ്മൾ ആ ജ്വല്ലറിയിൽ ചെന്നിട്ട് പിന്നെ നമ്മളവിടെ ആര് അറ്റൻഡ് ചെയ്യണേ? ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ല, നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവാ, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ്, സെയിൽസ്മാൻ ആണ് നമ്മളെ. അവരെ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. കാരണം അവരാണ് നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മളെ കാണിക്കുന്നതും അതിന്റെ കാര്യങ്ങൾ, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ? രണ്ട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ തന്നെ നമ്മുടെ ലീഡ് ജനറേഷൻ ചെയ്യുന്നു, ഒപ്പം നമ്മൾ തന്നെ ബിസിനസ് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു പ്രത്യേകത. അത് രണ്ടിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ക്ലിയർ ആവാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പ്രോസ്പെക്ടിങ് ആൻഡ് ലീഡ് ജനറേഷൻ. ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയകൾ വഴി ഉപയോഗിക്കാം. നിർബന്ധമായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. ഈ കാലഘട്ടത്തിൽ ആളുകളെ അറിയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ പഠിച്ചേ പറ്റൂ. കഴിഞ്ഞ ദിവസം ഞാൻ എന്തായിരുന്നാലും എന്റെ ബിസിനസ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു ട്രെയിനിങ്ങിൽ ഫ്രീ വെബിനാർ ആയിരുന്നു, മറ്റൊരു ട്രെയിനറുടെ പ്രോഗ്രാമിന് ഞാൻ കയറി. അതിനകത്ത് കുറെ പേര് അവരുടെ പല ബിസിനസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പല ബിസിനസ് ചെയ്യുന്ന MLM ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൂടാതെ ഡോക്ടേഴ്സ് ഉണ്ട്, അതുകൂടാതെ ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഉണ്ട്. അങ്ങനെ അങ്ങനെ പല പല ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവർ പറയാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് ബിസിനസ് കൂടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ ആഡുകൾ സോഷ്യൽ മീഡിയ വഴി കൊടുത്തു. സോഷ്യൽ മീഡിയ വഴി ആഡ് കൊടുത്തപ്പോൾ അവർക്ക് കൊറി വന്നു, എൻക്വയറി വന്നു. അങ്ങനെയാണ് അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും കൂടുതൽ കൂടുതൽ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തെന്ന് അവരുടെ ഒരു ഇത് കേട്ടരുന്നു. അപ്പൊ അവിടെ എനിക്ക് മനസ്സിലായ കാര്യം, നിർബന്ധമായിട്ടും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള നമ്മുടെ പ്രൊമോഷൻസ്. കമ്പനി അത് ചെയ്യാൻ. ഇപ്പൊ ഇന്നലെ നമ്മുടെ സാറായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു മേഡം നമുക്ക് കുറച്ചും കൂടെ നല്ല ആഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ. അപ്പൊ സാൻവോസിറ്റി എന്താന്ന് അദ്ദേഹം അറിയിക്കുകയും അപ്പൊ നമ്മളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ ഫ്ലയറുകളൊക്കെ നമ്മൾ ഇത്തരത്തില് പെയ്ഡ് സോഷ്യൽ മീഡിയ നമുക്ക് ചെയ്യാം കേട്ടോ. പെയ്ഡ് നമ്മുടെ സമത് സാറും ഡോൺ സാറൊക്കെ അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാത്തവർ പഠിക്കുക, പഠിച്ച് അത്തരം കാര്യങ്ങൾക്കൊക്കെ പോവുക. അപ്പൊ നമുക്കിത് രണ്ടാമത്തെ പോയിന്റ് അതായിരുന്നു, പ്രോസ്പെക്ടിങ് ആൻഡ്. അപ്പൊ നമുക്ക് പ്രോസ്പെക്ടിങ് ലിസ്റ്റ് നമുക്ക് കിട്ടും, ആരെയൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ തീരുമാനിക്കാൻ പറ്റും. മറ്റൊരു കാര്യം നമ്മൾ എന്താ പറയുക, ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ കൂടി നമ്മളിൽ ഒരു ട്രസ്റ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം, നമ്മളിൽ ഒരു വിശ്വാസം അവർക്ക് തോന്നും. അത് ഫസ്റ്റ് നമ്മൾ ഉണ്ടാവേണ്ട കാര്യമാണ്. ഒരു പ്രോഡക്റ്റുമായിട്ട് നമ്മൾ ഒരു ആളുടെ അടുത്ത് ചെന്നു, അത് ഫോണിലായിക്കോട്ടെ നമ്മൾ ഡയറക്റ്റ് ആയിക്കോട്ടെ, ആദ്യം തന്നെ നമ്മൾ അവരും തമ്മിലുള്ള ഒരു റാപ്പോ ക്രിയേഷൻ നടത്തുകയും, അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ പറയുന്ന കാര്യം ജെന്യുവിൻ ആണ് അല്ലെങ്കിൽ സത്യസന്ധമാണ് എന്നുള്ളത് അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രസന്റേഷൻ വരേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറുടെ ഇതുമായി ബന്ധപ്പെട്ട് അവരെ കേൾക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പൊ അതിങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ എന്താണ്, അവര് നമ്മളിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോഴാണ് അവർ നമ്മളെ കേൾക്കാൻ തുടങ്ങുക. ആ റിലേഷൻഷിപ്പും ട്രസ്റ്റ് ബിൽഡിങ്ങും കടന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത്, ഇത് മൂന്നുമാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിൽ കാണുക, നമ്മൾ ഇതെല്ലാം ഈ ഒരുക്കത്തോടു കൂടി നമ്മളൊരു കസ്റ്റമറുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു കസ്റ്റമറെ നമ്മൾ കാണുന്നു, അപ്പൊ നമ്മൾ റാപ്പോ ക്രിയേഷൻ ഒക്കെ നടത്തി അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു, നമ്മളുമായിട്ട്. അപ്പൊ നമ്മൾ വന്ന കാര്യം നമ്മൾ പറയണ്ടേ, അടുത്ത എന്താ പിന്നെ ചെയ്യണേ, നമ്മൾ എന്തിനാ അവിടെ ചെന്നേന്ന് പറയണ്ടേ. അതാണ് പ്രസന്റേഷൻ. അതാണ് പ്രസന്റേഷൻ. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്ത്, നമ്മുടെ ഇൻകം പ്ലാൻ ആണ് അവിടെ പറയേണ്ടത്. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു പ്രസന്റേഷൻ അറിയുള്ളൂ. എന്ത്, ഇൻകം പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതാണ് പ്രസന്റേഷൻ എന്ന് വിചാരിച്ചത്. അതല്ല, നമുക്ക് പറയാനുള്ള, ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ട്, കാരണം ഇച്ചിരി പോയിന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ.
നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് അവരോട് പറയുന്നതാണ് പ്രസന്റേഷൻ. നമ്മൾ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊരു ഇപ്പൊ ഞാൻ ഇന്നൊരു എക്സാമ്പിൾ ആയിട്ട് CBSE 10th ആണ്. CBSE അപ്പൊ നമ്മൾ പഠിച്ചു, അവിടെ ഒരു കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, CBSE 10th കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയൊരു കാര്യമാണ്, അത് ഞാനിവിടെ പറയാം. അപ്പൊ ഷാജി മാഡത്തിനൊക്കെ അതൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. CBSE 10th പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ അവിടെ ചെന്നു, അവരുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ആ കുട്ടിക്ക് മാത്സ് ഭയങ്കര ടഫാണ് എന്ന് പറഞ്ഞ് CBSE 10th കഴിഞ്ഞ കുട്ടിയാണ്, +1 കയറാൻ പോകുന്നു. ഇതൊക്കെ അവിടെ സംസാരിച്ചു. ഇനിയിപ്പോ ആ കുട്ടി 10ലാന്ന് വിചാരിക്കുക. നമ്മൾ ചെല്ലുന്ന വീട്ടിലെ കൊച്ചു 10ലാണ് പഠിക്കുന്നത്. നമ്മൾ അത് അറിഞ്ഞിട്ട് തന്നെ അവിടെ ചെന്നിരിക്കുന്നത്. CBSE 10th പഠിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് CBSE 10th മാർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയാലാണ് ആ കുട്ടിക്ക് മറ്റ് അഡ്മിഷനൊക്കെ ഉപകരിക്കുള്ളൂ. അപ്പൊ അത് നമുക്കറിയാം. നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള പ്രസന്റേഷൻ നമ്മളവിടെ കൊടുക്കണ്ടേ. എന്ത് ചെയ്യണം, നമ്മുടെ സാൻവോസിറ്റി ആപ്പിനകത്ത് നമ്മുടെ കോഴ്സിനെ പറ്റിയല്ലേ നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ റെക്കോർഡ് വീഡിയോസ് ഉള്ള കോഴ്സ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ള, സെക്കൻഡ് ലാംഗ്വേജേഴ്സ് ബാക്കി എല്ലാം ഉണ്ടെന്ന് പറയല്ല, ഇത് കാണിക്കണം. നമ്മുടെ കയ്യിൽ കാണിക്കാനുണ്ട് അല്ലെ. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അവരുടെ ഫോണിൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ ഫോണിൽ, ഞാനിപ്പോ നമ്മുടെ ബിസിനസ്സിലേക്ക് കിടക്കാണ്, ആ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ഈ CBSE 10th എടുത്തിട്ട് അതിനകത്ത് കാണിച്ചു കൊടുക്കാം. CBSE 10th നമ്മൾക്ക് ഏതൊക്കെ കോഴ്സാണ് നമുക്കുള്ളത് എന്ന് അവരോട് കൃത്യമായിട്ട് നമ്മളത് പറയണം. അപ്പൊ നമുക്ക് ഏതൊക്കെ കോഴ്സ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് CBSE 10th നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പൊ കസ്റ്റമർ അടുത്ത് ഏതൊക്കെ പറയും, അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രാഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്. സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും അതിനകത്തുണ്ട്. അതിന്റെ എല്ലാം നല്ല റെക്കോർഡ് വീഡിയോസ് വിത്ത് പിക്ചർ അടക്കം. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അവരോട് പറയാം. പിന്നെ അതിന്റെ ഗുണങ്ങൾ, സവിശേഷതകൾ, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റൂലേ. അങ്ങനെ നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂ, അതായത് അതിന്റെ ആ ഒരു ആ പ്രോഡക്റ്റിന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതും കൂടെ നിർദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം. അത് എന്തു ആയിക്കോട്ടെ, ഒരു സോപ്പ് വിൽക്കാനാണ് നമ്മൾ ചെന്നേക്കണെങ്കിലും ആ സോപ്പ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി, അവരെ കേൾക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി, ആ പ്രോബ്ലത്തിന് സോൾവർ ആയിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം വരേണ്ടത്. ഒന്ന്. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇപ്പൊ CBSE 10th പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് വീഡിയോസ് ആണ്. ആദ്യം പറയേണ്ട കാര്യം, നിങ്ങളുടെ കുട്ടി, ഇന്നറിയാം കുട്ടികൾ അവരുടെ ലൈഫ് എന്ന ബിസി ഷെഡ്യൂളാണ്, ടൈറ്റ് ഷെഡ്യൂളിലാണ് പോണേ. അതായത് വെളുപ്പിന് എഴുന്നേക്കുന്നു, അവർ റെഡി ആവുന്നു, സ്കൂളിലേക്ക് ചലിക്കുന്നു. അതിലേക്ക് ചിലപ്പോൾ ചില കുട്ടികൾ ഏർലി മോർണിംഗ് ട്യൂഷന് പോകുന്നവരുണ്ട് അല്ലെ. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോൾ അടുത്ത സബ്ജക്റ്റിന് ട്യൂഷന് പോകുന്നവരുണ്ട്. 10th, +2, +1 ഒക്കെ അങ്ങനെയാണ് പോകുന്നത് മക്കളുകൾ. അപ്പൊ അവർക്ക് ഒരു സമയം ഒന്നും റിലാക്സ് ചെയ്യാനില്ല. കുട്ടികൾ ഈ പഠനം, അപ്പൊ അതുകൊണ്ട് എന്താണ്, കുട്ടികൾക്ക് വെറുപ്പായി തുടങ്ങാണ് പഠിത്തത്തിനോട്. അതാണ് അവര് മറ്റുള്ള പല കാര്യങ്ങളിലേക്ക് പോണേ. അവർക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സാറ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്നത്തെ മക്കള് ഒന്നുകിൽ സ്കൂൾ വിട്ട് വന്ന അവർക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് വരാതെ എന്തെങ്കിലും സ്നാക്സ് പുറത്തുനിന്ന് കഴിച്ചിട്ട് മക്കളുകൾ ട്യൂഷന് പോണ മക്കളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ. ഞാനും ഒരു പരിധി വരെ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് കുട്ടികൾ രാത്രിയാണ് വരണേ. ഈ രാത്രി വരുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും വീട്ടിലിരിക്കുന്ന പേരൻസിന് എന്താണ് ഭയങ്കര ആദിയാണ്. അവരെത്തിയില്ലല്ലോ, അവരിങ്ങനെ നോക്കിയിരിക്കും വരുന്നത്. ചില കുട്ടികളൊക്കെ ദൂരെ നിന്നായിരിക്കും ചിലപ്പോൾ ട്യൂഷനൊക്കെ പോയി വരുന്നത്. അതൊക്കെ ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അവിടെ സെന്ററുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. അവരോട് പറയണം, സാറേ നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത കുട്ടി ആഗ്രഹിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റും. കുട്ടി ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഇത് നമുക്ക് പറയാൻ പാടില്ലേ. അപ്പൊ ഇനി ഒരു കുട്ടികൾ സാധാരണ ഇതിൽ 10 മിനിറ്റ് അവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നുള്ളൂ അല്ലെ. നമ്മളിവിടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് 10 മിനിറ്റ് അവന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്നാൽ നമ്മുടെ കോഴ്സ് എടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ വീഡിയോസ് മാക്സിമം 27 മിനിറ്റ് വരെ ഉള്ളൂ കേട്ടോ. നമ്മുടെ പല വീഡിയോസ് ഞാൻ നോക്കിയിട്ടുണ്ട്, പലതും 10, 11, 16, 15, 17, 20, മാക്സിമം 27 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 30 മിനിറ്റ് തികച്ച് ഇതുവരെ ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പറയാ, സാറേ ഞങ്ങളുടെ വീഡിയോസ് അരമണിക്കൂർ താഴെ ഉള്ളതാണ്. ഇനി കുട്ടിക്ക് 10 മിനിറ്റ് ഫോക്കസ് കഴിയുമ്പോൾ വേണമെങ്കിൽ എന്ത് പോസ് ചെയ്യാം.
ഒരു ഓൺലൈൻ ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുഞ്ഞിരുന്നിട്ട് ഒരു ട്യൂഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കുട്ടിക്ക് 10 മിനിറ്റ് ഫോക്കസ് കിട്ടും, മൈൻഡ് പോയി. കുട്ടിക്ക് ഇതിനെ പോസ് ചെയ്യാൻ പറ്റും. ടീച്ചർ അവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എണീറ്റ് പോകാൻ പറ്റുമോ? പറ്റില്ല. ശ്രദ്ധ വിട്ട് അപ്പൊ വിളി വരും അല്ലെ? അതല്ല, ഒരു മണിക്കൂർ ട്യൂഷനാണ് കുട്ടികൾ പോണെന്ന് വിചാരിക്കാം. അവിടെ ട്യൂഷൻ സെന്ററിൽ സാറുമാർ ഇങ്ങനെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് വന്ന കുട്ടിക്ക് വീണ്ടും ട്യൂഷൻ സെന്ററിൽ കയറിയിരിക്കുമ്പോ ആ കുട്ടിക്ക് എത്രത്തോളം ഫോക്കസ് കിട്ടും? ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ പീഡനമാണ് മക്കൾക്ക് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവരോട് പറയേണ്ടത്, സാറേ നിങ്ങളുടെ കുട്ടി എപ്പോഴാണോ വീട്ടിൽ വന്ന് റിലാക്സ് ചെയ്ത് അവനൊന്ന് കുറച്ചൊന്ന് ഓടിച്ചാടി ഒന്ന് കളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവൻ പഠിക്കാനിരിക്കുമ്പോ അവന്റെ ഫോക്കസ് വിടുമ്പോൾ 10 മിനിറ്റ് അവന് നോക്കിയോളൂ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അവനൊന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് അവന് വന്നിരുന്ന് അവന് പഠിക്കാൻ പറ്റും. ഇനി അവന് ട്രാവലിങ്ങിലാണെന്ന് വിചാരിക്കാം. സാർ നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോവാണ്, നിങ്ങളുടെ കുട്ടിക്ക് ട്യൂഷൻ മിസ്സാവുന്നു, നിങ്ങളുടെ കുട്ടിക്ക് എന്ത് മിസ്സാവുന്നു? ക്ലാസ് മിസ്സാവുന്നതാണ്. എന്തെങ്കിലും അത്യാവശ്യ യാത്ര വന്നു. സാധാരണ ഇതിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവില്ല, അടുത്ത വീട്ടില് ആക്കിയിട്ട്, അടുത്ത വീടെന്ന് വെച്ചാൽ റിലേറ്റീവിന്റെ വീട്ടിലാക്കിയിട്ട് പോകും അല്ലെ? പക്ഷെ അത് വേണ്ട സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാൻ കൂടെ. നിങ്ങൾക്ക് ഈ കോഴ്സ് നമുക്ക് എല്ലാം കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് അത് മിസ്സാവാതെ തന്നെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ട്രെയിൻ യാത്രയാണ്, എവിടെ യാത്ര ചെയ്യുമ്പോഴും ആ ഡിവൈസ് കുഞ്ഞിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഫോണോ ടാബോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് പഠിക്കാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു സവിശേഷതയല്ലേ? നമുക്ക് പറഞ്ഞൂടെ? എല്ലാം പറയണം, എല്ലാം റെക്കോർഡ് വീഡിയോ. എന്നിട്ട് ഇത് പറയുന്നതോടൊപ്പം നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമ്മൾ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കണം. ഇത് പറയുക എന്നുള്ളത് കാണുമ്പോ അവർക്ക് ഇത് കാണാൻ പറ്റണം അല്ലെ? ഈ വീഡിയോസ് നമുക്കിപ്പോ 2 വീഡിയോ നമുക്ക് ഓപ്പൺ അല്ലേ? എല്ലാ സബ്ജക്റ്റിന്റെയും 2 വീഡിയോ ഓപ്പൺ ആണ്. ദയവ് ചെയ്ത് ഇന്ന് നിങ്ങൾ അത് CBSE 10th നിങ്ങൾ എടുത്ത് നോക്കണം. എനിക്ക് തോന്നുന്നു, അത് ഞാൻ ലാസ്റ്റ് പറയാം, എനിക്ക് തോന്നുന്നു മറ്റുള്ളതൊക്കെ നിങ്ങൾ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ കോഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മള് ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആവും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ, നമുക്ക് അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്, വാല്യൂ പ്രപ്പോസിഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ നടത്തുന്നത്. മനസ്സിലായില്ലേ? അത് അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പറയുന്നു. പിന്നെ അത് മാത്രമല്ല സാർ, നിങ്ങളുടെ കുട്ടിക്ക് ഇതിനകത്ത് വേണ്ട എന്തുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ PDF രൂപത്തിൽ കൊച്ചിനൊന്ന് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ PDF രൂപത്തിലുണ്ട്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. AI ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ AI യുടെ സപ്പോർട്ട് ഇപ്പൊ പറയണ്ട. നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ട് എന്നെ വിളിച്ചു പറയാറുണ്ട്. അത് വരുമ്പോ പറഞ്ഞാലും മതി, AI വരുമ്പോ പറഞ്ഞാൽ മതി. ഇപ്പൊ ഇത്രയുണ്ടല്ലോ നമുക്ക് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ആപ്പിലേക്ക് AI യുടെ സപ്പോർട്ട് കൂടെ കൊണ്ടുവരാനായിട്ട് അതിന്റെ വർക്ക് കാര്യങ്ങൾ നടക്കണയാണെന്നേ പറയാവൂ. AI ഉണ്ടെന്ന് പറയരുത്. അപ്പൊ അവർ ചോദിക്കും എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലേ? അപ്പൊ എന്ത് കാര്യം നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയണ ഉള്ളതാണ് പറയാവൂ. വരുന്ന സാധനത്തിനെ പറ്റി നിങ്ങൾ കൂടുതൽ, അത് എന്ത് പ്രോഡക്റ്റ്, അത് ഞങ്ങളൊക്കെ ഇൻഷുറൻസ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഒരു മെയിൻ സെയിൽ അതാണ്. പിന്നെ ഷോപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മൾ കൂടെ വേറെ രീതിയാണല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ട്രസ്റ്റ് ക്രിയേഷൻ അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വാസം പറഞ്ഞെങ്കിൽ എന്ത് വേണം, നമ്മൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ CBSE 10th എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പരിചയപ്പെടണ്ടേ? എത്ര പേര് ഇതിനകത്ത് CBSE 10th കോഴ്സിന്റെ 2 വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, ഇത് കണ്ടിട്ടുണ്ട്? അതിനെ ടൈം എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ എന്താക്കി, അവിടെ പ്രസന്റ് ചെയ്തു അല്ലെ? 4ാമത്തെ പോയിന്റ് അതാണ്, നമ്മൾ പ്രസന്റേഷൻ ആൻഡ് വാല്യൂ പ്രപ്പോസിഷൻ. നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഹാൻഡ്ലിംഗ് ഒബ്ജക്ഷൻസ്. എന്തായിരുന്നാലും ഉറപ്പായിട്ടും എന്തെങ്കിലും ഒബ്ജക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് പ്ലാൻ പറയുന്നത് നമ്മൾ ഡെമോ കാണിച്ചു അല്ലെ? അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന മിനിമേഡം പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം. മിനിമേഡം ഉണ്ടോ ഷാജി മാഡം ഈ പ്ലാറ്റ്ഫോമില്? അല്ല, ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇപ്പൊ. അതായത് അവര് എന്നോട് ചോദിച്ചിട്ട് ഒരു ഒബ്ജക്ഷൻ വന്നു അല്ലെ? നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, യൂട്യൂബിൽ ഉണ്ടല്ലോ ഇതിന്റെ വീഡിയോസ് ഒക്കെ എന്ന് ചോദിച്ചു അല്ലെ? അതൊരു ഒബ്ജക്ഷൻ ആണ്. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്ന്, ഒരിക്കലും അവര് പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയരുത്. എന്ത് പറഞ്ഞോട്ടെ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ആള് എന്ത് മണ്ടത്തരം പറഞ്ഞിട്ട്, ഒരു സെയിൽസ്മാൻ ഒരിക്കലും ആ പറയുന്ന വ്യക്തി പറയുന്നത് തെറ്റാണ്, സാർ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ
അയാൾ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കില്ല. ഒരു മനുഷ്യനും അവൻ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല. അപ്പൊ പറയണം, എന്ത് പറയണം? സാർ പറയുന്നത് ശരിയാണ്, യൂട്യൂബിലുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ അത് എടുത്തുന്നുള്ള, യൂട്യൂബിലുണ്ട്. പക്ഷേ ഒരു ബട്ട് അല്ല ഒരു പക്ഷേ നമ്മളവിടെ കൊടുക്കണം. ക്ലിയർ ആയോ? സാറ് പറയുന്നത് ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്, എല്ലാവരും നമുക്കറിയാലോ, നമ്മൾ കാണുന്നതാണ്. പക്ഷേ അവിടെ നമുക്ക് എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടില്ല. കുട്ടിക്ക് വേണ്ടത് എല്ലാം ഒരു കുട കീഴിലാക്കിയിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അവിടെ കുട്ടിക്ക് എല്ലാം കിട്ടുന്നുണ്ടോ സാർ? നമ്മൾ മാട്രിക്സിനെ പറ്റിയാണ് അവിടെ പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. മാത്സിന്റെ പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു കുട്ടിക്ക് 10th പഠിക്കുന്ന കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇത്തരത്തിലുണ്ടോ സാർ? അപ്പൊ നമ്മുടെ ആപ്പിനെ കാണിക്കുകയാണ്. അപ്പൊ അവിടെ സമ്മതിക്കുമല്ലേ? ശരിയാണ്, ഇല്ല എന്ന് പറയാണ്. ഇനി വിലയെ പറ്റിയാണ് ഒരു ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ, സാർ ഇത് ഇത്രയും എന്താ പറയാ ആനിമേറ്റഡ് വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എവിടെയാണ് സാർ നമ്മൾ കൊടുക്കുന്നത്? വില നമ്മളപ്പോ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ അദ്ദേഹം ചോദിച്ചു വില പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒബ്ജക്ഷൻ വരാണെങ്കിൽ മറ്റുള്ള കോഴ്സുകളുടെ വില ഒന്ന് അന്വേഷിച്ച് നോക്കും. ഒരു ട്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് 10th-ന്റെയും +1 +2 ഒക്കെ ട്യൂഷൻ അല്ല ഞങ്ങളുടെ നാട്ടിൽ 1000, 1200, 1500 വരെ വാങ്ങുന്നവരുണ്ട്. 10 മാസം പോയി 15,000 രൂപ കൊടുക്കണം അല്ലെ? 10 മാസമാണ് ട്യൂഷന് കുട്ടി പോകുന്നതെങ്കിൽ 15,000 രൂപ കൊടുക്കണം. 10 മാസം അല്ല 12 മാസം പോകുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർ 12 മാസവും അവർ പോകുന്നുണ്ടാവും. ട്യൂഷനൊന്നും അവർക്ക് മുടക്കുണ്ടാവില്ല. അത്രയും ഫീസും അവർ വാങ്ങിച്ചെടുക്കും. അപ്പൊ എത്ര രൂപ വാങ്ങിക്കുന്നു? ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഇത്രയും രൂപയ്ക്കല്ലേ കൊടുക്കണേ? നമ്മുടെ വില പറഞ്ഞ് ശരിക്കും പറഞ്ഞ ആക്ച്വൽ പ്രൈസ് പറയുന്നത് ലാസ്റ്റ് ആണ്. എന്നാലും നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ വില പറഞ്ഞു, അതൊരു ഒബ്ജക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പൊ എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും എന്താണ്, പ്രതിരോധനം നമ്മൾ കൊടുക്കരുത്. ഒരിക്കലും അദ്ദേഹത്തിനെ പറയുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയരുത്. ഞങ്ങൾ ഇൻഷുറൻസ് സെല് ചെയ്യാം, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസർ ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കണേ? ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി പറയുന്നത്. ഒരു പ്ലാനെ പറ്റി കൊടുക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ഞങ്ങളുടെ ഒബ്ജക്ഷൻ, പക്ഷെ അതൊക്കെ നമ്മൾ എന്ന് പറയും, സാറ് പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നമ്മൾ എന്താക്കുക. അപ്പോഴാണ് അവരുടെ മനസ്സ് നമ്മൾ പറയുന്ന കാര്യം കേൾക്കുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരു അവരുടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രതിരോധം കൊടുക്കുമ്പോൾ അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയരുത്. അപ്പൊ നമ്മുടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. അടുത്തത് എന്താണ്? അപ്പൊ നമ്മൾ ഇപ്പൊ CBSE 10th ആണ് നമ്മൾ കൊടുക്കാൻ ചെന്നേക്കണേ. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രസന്റ് ചെയ്തു, അവര് നമ്മളോട് ഒബ്ജക്ഷൻ പറഞ്ഞ ഒബ്ജക്ഷനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന് മറുപടി കൊടുത്തു. അടുത്ത പോയിന്റ് എന്താ വേണ്ടത്? ഇതൊന്ന് മനസ്സിൽ കാണാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോവുക. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ആക്ച്വലി എന്റെ മൈൻഡിൽ, ഞാനൊരു വീട്ടിൽ ചെന്ന് ഞാൻ പ്ലാൻ പറയുന്ന എന്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും അത് പിക്ചറൈസ് ചെയ്യും. അതായത് എനിക്ക് അതൊരു സിനിമ പോലെ കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഞാനൊരു വീട്ടിലാണ്, ഒരു കുട്ടിയുണ്ട്, അവിടെ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. ഇവരോടെ ഞാൻ സംസാരിക്കണം. ഈ സംസാരിക്കുന്നത് എന്റെ മൈൻഡിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ ഞാൻ അവർക്ക് പ്ലാൻ പ്രസന്റ് ചെയ്തു. ആ കുട്ടിക്ക് ഞാൻ ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ സവിശേഷതയും ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ഒരു ഒബ്ജക്ഷൻ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, ചില ഒബ്ജക്ഷൻ പറഞ്ഞു, ഞാൻ അതിന് മറുപടിയും കൊടുത്തു. വളരെ ഭംഗിയായിട്ട് അവരത് ഇംപ്രസ് ചെയ്തു. അതിനുശേഷം പിന്നെ എന്താണ്, ക്ലോസിംഗ് ആണ് അല്ലെ? അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ദ ഡീല്. ആ ഡീല് നമ്മൾ ഉറപ്പിക്കണ്ടേ? നമ്മൾ എന്തിനാ ചെന്നിരിക്കണേ? അവരുടെ പോക്കറ്റിൽ കിടന്ന പൈസ വാങ്ങാനല്ലേ നമ്മൾ ചെന്നിരിക്കണേ? അപ്പൊ ഡീല് നമ്മൾക്ക് ഉറപ്പിക്കണം. ഉറപ്പിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കണം അല്ലെ? അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ ചോദിക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഒബ്ജക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളോട് എന്തായാലും വില ചോദിച്ചിട്ട് വില നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വില പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും 5,000 + GST എന്നല്ല പറയണ്ടേ. സർ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ MRP എന്ന് പറഞ്ഞ 10,000 ആണ്, MRP 10,000 + GST ആണ് എന്ന് പറയും. അപ്പൊ അവരുടെ മനസ്സിൽ 10,000 ആണ് എന്ന് വരും അല്ലെ? എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അത് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഞങ്ങൾ എന്തിനു കൊടുക്കുന്നു? 50% ഡിസ്കൗണ്ടിന് നമ്മൾ ഇപ്പൊ കൊടുക്കാണ്. ഞങ്ങൾക്ക് 5,000 + GST ആണ് ഉള്ളത്. GST കൂട്ടി 5,900 ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം GST ആർക്ക് കൊടുക്കാനുള്ളതാ? സർക്കാരിന് കൊടുക്കാനുള്ളതാ അല്ലെ? അപ്പൊ അത് അവരെ ആ രീതി തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ എത്ര അത് തന്നെ പറയാവൂ. സർ ഞങ്ങൾ ഇപ്പോൾ അത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഞങ്ങൾക്ക് എന്തിന് തരുന്നുണ്ട്? 50% ഡിസ്കൗണ്ടിൽ തരുന്നുണ്ട്.
നമ്മൾ ക്ലോസിങ്ങിന്. അപ്പൊ സാർ എങ്ങനെയാണ് എങ്ങനെയാ ഗൂഗിൾ പേ ആണോ ക്യാഷ് ചെയ്യണത്, ഗൂഗിൾ പേ ആണോ എന്ന് ചോദിക്കുക. അതായത് അവരോട് ഒരു ഗൂഗിൾ പേ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കണം. അവരുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങള് ഇൻഷുറൻസിലാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചു, സാർ ക്യാഷ് ആണോ ചെക്ക് ആണോ എന്ന് ചോദിക്കും. ക്യാഷ് ആണോ ചെക്ക് ആണോ എന്ന് ഞങ്ങൾ ഒരു ചോദ്യം അവിടെ ചോദിക്കും. അപ്പൊ അയാൾ പറയും, അവിടെ വൈഫിനോട് ചോദിക്കും, എങ്ങനെ ഏത് അക്കൗണ്ടില്. അപ്പൊ ഞാൻ ചോദിക്കും, സാറേ ഏത് അക്കൗണ്ട് ഏതാന്ന് ചോദിക്കും. അതായത് അവർക്ക് വേറെ ചിന്തിക്കാൻ ടൈം കൊടുക്കൂല. സാർ ഏത് അക്കൗണ്ട് എന്ന് ചോദിക്കും. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അയാൾ അറിയാതെ പറയുമ്പോ ആരോട്, നീ ആ ചെക്ക് ഒന്ന് എടുത്തു കൊടുക്കുന്നതെന്ന് പറയും. അല്ലെങ്കിൽ അയാൾ പറയും, അല്ല ആ പൈസ ഇരിക്കുന്നില്ലേ, ആ പൈസ എടുത്തു കൊടുക്ക് എന്ന് പറയും. ഇതാണ് സാധാരണ രീതിയിൽ കാണുന്നത്. സാധാരണ രീതിയിൽ നമ്മളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കുകയാണ്, സാർ എങ്ങനെയാണ് ഗൂഗിൾ പേ ആണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ അല്ലെങ്കിൽ സാറിന് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാട്ടോ, ബാങ്ക് ട്രാൻസ്ഫർ ആണ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചെയ്യാട്ടോ, ഇതാണ് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്. പിന്നെ അവര് ഇങ്ങോട്ട് ക്ലോസിങ്ങിന്റെ സമയത്ത് അവർ ഇങ്ങോട്ടേക്ക് അക്കൗണ്ട് ഏതാ എന്ന് ചോദിക്കാൻ ടൈം കൊടുക്കരുത്. നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട്, വാട്സാപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, പെട്ടെന്ന് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ എന്തെടുത്തിട്ട് ഉണ്ടായിരിക്കണം, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്, ഇത് കാണിച്ചു കൊടുക്കണം. സാർ ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ, ഇതിനകത്തേക്ക് സാർ എങ്ങനെയാണ്, സാറിന് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണേ അങ്ങനെ ചെയ്യാം, അത് ഗൂഗിൾ പേ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഗൂഗിൾ പേ നമ്മുടെ അക്കൗണ്ട് ആണ്, അദ്ദേഹത്തിന് ഫോണിലേക്ക് ചെയ്ത്, സാറേ ഇതിനകത്ത് ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടി ചെയ്തോളൂ. ചില ആളുകൾക്ക് അത് അറിഞ്ഞുകൂടാ, ചിലവർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് സാർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ വഴി, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അത് പേടിഎമ്മോ ഏതാണോ അദ്ദേഹം യൂസ് ചെയ്യണേ അതിലേക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിലേക്ക് എത്തുന്നുണ്ടാവും. പിന്നെ നമുക്ക് പറയാം, ഇത് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും, സാർ CBSE 10th ഇപ്പൊ എങ്ങനെയാ സാറ് മാട്രിക്സ്, ആ കുട്ടിയോട് നമ്മൾ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ടാവും, മാട്രിക്സ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം പോയപ്പോ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, മാട്രിക്സ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, സാറ് 2 കോഴ്സും കൊണ്ട് സാർ ഇപ്പൊ ഒരുമിച്ച് എടുക്കുന്നുണ്ടോ, അതൊക്കെ ഒരു കോഴ്സാണ് എടുക്കേണ്ടത്, ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് നമ്മളവിടെ. എന്ത് പ്രോഡക്റ്റിനും ഏതൊരു മനുഷ്യനും ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, സാർ ഇപ്പൊ സാറ് 10th CBSE 10th മാത്രമാണ് അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് മാത്സ് ഇപ്പൊ കുട്ടിക്ക് ടഫാന്ന് പറഞ്ഞല്ലോ, മാത്സ് പഠിപ്പിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പൊ അതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, പ്ലാൻ പറയുന്ന സമയത്ത് അത് നമ്മൾ അത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, അതും നമ്മൾ കാണിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ചോദിക്കും, സാർ ഇപ്പൊ എങ്ങനെയാണ് 2 കോഴ്സും കൂടി ഇപ്പൊ ഒരുമിച്ചെടുക്കണോ, അതിപ്പോ 10th മാത്രമാണോ എടുക്കണേ എന്ന് ചോദിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരും, നമുക്കിപ്പോ ഒരു കോഴ്സ് കൊടുത്തിട്ട് പോരാനാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഓപ്ഷൻ കാണുമ്പോൾ അദ്ദേഹം പറയും, ഒന്നെടുക്കാം എന്നെങ്കിലും പറയും, ഒന്നെടുക്കാം എന്ന് പറയും. ഒന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കയറാനുള്ള ഒരു വഴിയായില്ലോ. അതൊരു ക്ലോസിങ്ങിന്റെ ഒരു ഇതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 കാര്യം പറഞ്ഞു നമ്മള്. പേയ്മെന്റ് എങ്ങനെയാ എന്നുള്ളത് ചോദിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞ കോഴ്സ് 2 കൂടി എടുക്കാണോ എന്ന് ചോദിക്കാം. അത് പറയുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഓഫർ എടുക്കാം. സാർ ഇപ്പൊ ഞങ്ങൾക്ക് ഓഫർ ഉണ്ട്, ഞങ്ങൾ മാട്രിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, 1000 rupees കുറവേ ഉള്ളൂ, സാറിന് ഇപ്പൊ 1000 രൂപ കുറച്ച് കൊടുത്താൽ മതി. അത് കൂടാതെ വേണമെങ്കിൽ കൈന്നിടാം, ഇത്രയും കമ്പനി തരുന്നതാ, വേണമെങ്കിൽ കൈന്നിട്ടോന്നേ പറയാം. സാറേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ സമയമല്ലേ, വെക്കേഷൻ ടൈമല്ലേ, ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, 100 രൂപയുടെ ഗിഫ്റ്റ്, ഒരു പാത്രം മേടിച്ചുകൊണ്ടേ കൊടുത്തു, ഞാൻ കൊടുത്തിട്ടുള്ളതാ. ഞാൻ ഇൻഷുറൻസ്, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാൻ കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ അവിടെയൊക്കെ കുട്ടികൾക്ക് ഒരു ലഞ്ച് ബോക്സ്, ഒരു 100 രൂപ 120 രൂപയ്ക്ക് നമുക്ക് കിട്ടും, നല്ല ഭംഗിയുള്ള കൊച്ചു ലഞ്ച് ബോക്സ്. ഈ സാധനം ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ കമ്പനി തരുന്ന ഗിഫ്റ്റ്, അതുപോലെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കൊടുക്കാം. നമുക്കിപ്പോ 1000 രൂപ ഓഫർ നമ്മുടെ സാറ് തന്നിട്ടില്ലേ, പറയാണ്, സാറേ ഇപ്പൊ കുട്ടികൾക്ക് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ 100 രൂപയുടെ ഒരു ചെറിയ ലഞ്ച് ബോക്സ് എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് അതിന്റെ വിലയല്ല അവിടെ പ്രധാനം, അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ആ രീതിയിൽ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പഠിക്കും. ആ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്താൽ ഉറപ്പായിട്ടും എന്താണ് അവിടെ ക്ലോസിങ് നടക്കും. ഇത് നമ്മളൊന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇതും കൂടെ ഈ 3 കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പൊ നിങ്ങൾ മനസ്സിൽ കാണാം, അദ്ദേഹത്തിന് ഞാൻ ഇത് കാണിച്ചു കൊടുക്കണു, ബാങ്കിന്റെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു, അവിടെ ക്ലോസിങ് നടന്നു. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യണം, പകലാണെങ്കിൽ ഓഫീസിലേക്ക് വിളിക്കുക, ഇപ്പൊ കൂപ്പൺ കോഡ് റെഡി ആവാത്തതുകൊണ്ട് ഓഫീസ് സ്റ്റാഫിനെ വിളിക്കുക, അപ്പൊ തന്നെ വേഗം അദ്ദേഹത്തിന്റെ ID ക്രിയേറ്റ് ചെയ്തോളൂ. നിങ്ങൾ ID ക്രിയേറ്റ് ചെയ്താണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ
അവരുടെ നിങ്ങളുടെ ലിങ്ക് വഴി അവരുടെ ID അപ്പൊ തന്നെ അവരത് കാണാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. ആ ID ക്രിയേറ്റ് ചെയ്യുക. ID ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ആക്ടിവേഷനിലേക്ക് പോവുക. അത് ആക്ടിവേഷൻ ആക്കുക. ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ തന്നെ ഓഫീസിലേക്ക് ഒന്ന് വിളിക്കുക. വിളിച്ചിട്ട് പറയാ ആക്ടിവേഷൻ ആക്കി വിടാൻ പറയാ. അവർ ഇത്ര ടൈം കൂടുമ്പോഴാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പൊ തന്നെ ആക്ടിവേഷൻ ആക്കണമെങ്കിൽ അത് പറയാ. പറഞ്ഞിട്ട് എന്താക്കണം, പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി തരാൻ പറയാം. അപ്പൊ തന്നെ അവർ പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി കൊടുത്ത് അവരുടെ ഫോണില് ഈ സാധനം എങ്ങനെയാണോ എടുക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കണം. എന്ത് സ്വിച്ച് കോഴ്സ്, മൈ കോഴ്സിൽ പോയി സ്വിച്ച് കോഴ്സിൽ ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാതെ വെറുതെ പൈസ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ നമുക്കത് നടന്നെന്ന് വരില്ല, ചിലപ്പോൾ ഓഫീസിൽ നിന്ന് അത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ പറയാം സാറേ 24 hours നിങ്ങൾക്ക് ഇത് ലഭിക്കൂ കേട്ടോ, ഒരിക്കലും ഇപ്പൊ തന്നെ കിട്ടുമെന്ന് ഒരു കസ്റ്റമറോട് നിങ്ങൾ പറയരുത്. അവധി ദിവസമാണെങ്കിൽ പറയും സാറേ നമുക്ക് അവധിയാണെങ്കിൽ അവർ ചെയ്തു തരും, പക്ഷെ നിങ്ങൾ പറയും സാറേ ഇന്ന് ഹോളിഡേ ആണല്ലോ, അപ്പൊ നെക്സ്റ്റ് ഡേ കേട്ടോ അത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ, ഞാൻ അത് ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞ് 24 hours സാർ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കൂട്ടോ എന്ന് നിങ്ങൾ പറയണം. അപ്പൊ അദ്ദേഹത്തിന് അത് എന്തായി, സന്തോഷമായി അല്ലേ? എന്നിട്ട് കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അത് നമ്മൾ കൊടുത്ത് ചെയ്യുക. പക്ഷെ ഇത് ഓട്ടോമേഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ പ്രശ്നമേ ഇല്ല. ഓട്ടോമാറ്റിക് അതിൽ ആക്ടിവേഷൻ വരെ ഈ കൂപ്പൺ കോഡ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ സൈറ്റ് അത് റെഡി ആവാ, ആപ്പിന്റെ ഒരു വർക്ക് തീരാത്തത് കൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കാത്തത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്ത് പോരാൻ പറ്റും. അപ്പൊ നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്ത് നമ്മള് CBC 10th പൈസ വാങ്ങി നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ച് നമ്മൾ 1000 രൂപ നമ്മൾ എടുത്ത പണിക്ക് 1000 രൂപ നമ്മൾ അവിടെ നേടിയല്ലോ. ഇനി അപ്പൊ 6ാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അവര് ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി. ഇനി എന്ത് വേണം? നമ്മൾ അവിടുന്ന് അവർ തന്ന വെള്ളമൊക്കെ കുടിച്ചു, നമ്മൾ അല്ലെങ്കിൽ ചായ തന്നു അതൊക്കെ കുടിച്ചു, അവർ തന്ന ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു. അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ, നിങ്ങൾ കുടിക്കണം, നിങ്ങൾ വെള്ളം വേണ്ടെങ്കിൽ വാങ്ങിക്കുടിക്കും. കാരണം അതൊരു റിലേഷൻഷിപ്പാ. ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു വേണ്ട എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോരരുത്. എനിക്ക് ആവശ്യമില്ലാത്ത വെള്ളം ഞാൻ ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഒരു എന്താ പറയാ, ഈ വെള്ളം കലക്കണ പൊടികളുണ്ടല്ലോ, ഈ സാധനം കലക്കിയിട്ടിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളല്ല ഞാൻ. എവിടെ തന്നാലും ഞാനത് മാക്സിമം എന്റെ റിലേറ്റീവ്സ് അങ്ങനെ സ്ഥലങ്ങളിൽ പോകണം ഞാൻ ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ്. പ്ലെയിൻ വാട്ടർ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നോർമൽ ജ്യൂസസ് കുടിക്കും, പക്ഷെ ഈ കണ്ണി കണ്ട പൊടികളൊക്കെ കലക്കി തരുന്നത് കുടിക്കും. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോ അത് തന്നു, ആവശ്യമില്ലെങ്കിൽ കൂടി ഞാനത് കുടിച്ചു. അന്ന് ഒരു ദിവസം 2 ദിവസം അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുകയും ചെയ്തു. വായ മൊത്തം, പ്രത്യേകിച്ച് മധുരം, എനിക്ക് ബുദ്ധിമുട്ടുള്ള ആളാ മധുരം കഴിക്കാൻ. അത് മൊത്തം ഞങ്ങൾ ചെന്നവരെല്ലാവരും അത് ഫീൽ ചെയ്തതാണ്. കാര്യം നല്ല ദാഹമാണ്. അവര് വളരെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ മാഡം ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ, സിസ്റ്റർ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നരുതാ. പക്ഷെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി അത് വാങ്ങി കുടിച്ചു. പക്ഷെ നല്ല മധുരമായിരുന്നു, നല്ല ഇതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അവരെ ഒന്ന് നമ്മൾ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അവര് തരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ, തന്നോളൂ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങി കുടിക്കുക. ഇത്രയും ചെയ്ത് മാഡം ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അയ്യോ സോറി കേട്ടോ ഞാൻ മറന്നുപോയി വെള്ളം എടുക്കാൻ, ഞാനൊരു ചായ എടുക്കട്ടെ, ഞാനല്ലെങ്കിൽ തണുത്ത് എന്തെങ്കിലും എടുക്കട്ടെ എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ പറയാ എന്നാ ആയിക്കോളൂ, ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണമെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, നമുക്കിത് വേണ്ട മാഡം എനിക്കൊരു പ്ലെയിൻ വാട്ടർ മതി, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ വെള്ളം വാങ്ങി കുടിക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം ഇവർക്ക് ഈ ആപ്പ് പൈസ വാങ്ങിയിട്ട് പോകുന്നു, ഇവർക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റണ്ടോ നമ്മൾക്ക് അറിയണ്ടേ? അവരെ കൃത്യമായിട്ട് നമ്മുടെ ഫോളോ അപ്പ് കൊടുത്ത് ആപ്പ് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അടുത്ത പോയിന്റ് ആണ് കേട്ടോ ഫോളോ അപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിങ്. അതായത് ഇവിടുത്തെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യും? ഇപ്പൊ ഞാൻ പ്ലാൻ കൊടുത്ത ആള് ബിസിനസ് ക്ലോസ് ചെയ്തു. ഇൻ കേസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റാറില്ല എന്ന് വിചാരിക്കാം, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പൈസ അയച്ചിട്ടുണ്ടല്ലോ, ചിലപ്പോ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പറയും ഇന്ന ദിവസം ആവട്ടെ പൈസ ആയി കഴിയുമ്പോൾ ഞങ്ങൾ അയക്കാം എന്നൊക്കെ നമ്മളോട് പറയും. പക്ഷെ അവരുമായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് നമ്മൾ കൊടുക്കണം. എങ്ങനെ കൊടുക്കും? നമ്മള് അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെ, വിളിക്കുക, ഇടയ്ക്കൊന്ന് വിളിക്കുക എന്ന് വിചാരിച്ച് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്. നിങ്ങൾ എടുക്കല്ലേ എന്ന് ചോദിക്കല്ല ചെയ്യേണ്ടത്. മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ഒരു ബന്ധം നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകണം. ഇനി വാങ്ങാത്ത ആളാന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് നമ്മളുടെ ചില ഫ്ലയറുകളൊക്കെ വരുമല്ലോ, അതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം, ഫ്ലയറൊക്കെ ഉണ്ടാക്കണം. ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മെസ്സേജുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ചോദിക്കുക സാറ് അപ്പൊ പ്രോഡക്റ്റ് എപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് ചോദിക്കുക.
അതായത് അവരെടുക്കും എന്നുള്ള ആ മൈൻഡിലെ നമ്മുടെ സംസാരം നമുക്ക് പോകാവൂ. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഇനി എടുത്ത ആളാണെങ്കിലും എങ്ങനെയുണ്ട് കുട്ടി അത് പഠിക്കുന്നുണ്ട്, ഏത് സമയത്താണ് കുട്ടി പഠിക്കുന്നത് എന്നൊക്കെയുള്ള ഇതൊക്കെ. അങ്ങനെ വന്നാൽ എന്താണ് ഗുണം എന്നറിയാമോ? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നാൽ ഏത് പ്രോഡക്റ്റും ആവട്ടെ, അത്തരം റിലേഷൻഷിപ്പ് വന്നാൽ വീണ്ടും അവിടെ നിന്ന് നമുക്ക് റെഫറൽ കിട്ടും, പ്രോസ്പെക്ടിങ് കൂട്ടാൻ പറ്റും. അതായത് അവരോട് പറയാ, സർ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നും ഒരു റെഫറൽ എനിക്ക് നിങ്ങൾ തരണം എന്ന് പറയാം. നിങ്ങളുടെ നെയ്ബേഴ്സിൽ നിന്നും ഒരു റെഫറൽ എനിക്ക് തരണം, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും ഒരു റെഫറൽ എനിക്ക് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടു കൂടി അവർ ഒന്നല്ല രണ്ടല്ല, അവർക്ക് എത്ര തരാൻ പറ്റുമോ അത് അവർ നമുക്ക് തരും. അത് തരുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ റെഫറൽ തരാൻ ആഗ്രഹമുള്ള ആളോട് നമുക്ക് എന്തും കൂടെ പറയാം, പിന്നീട് എന്ത് പറയാം, നമ്മുടെ ബിസിനസ് പ്ലാനും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബിസിനസ് പ്ലാനും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അവരെ നമ്മുടെ ഒരു പാർട്ട്ണറാക്കി ഭാവിയിൽ മാറ്റാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കണം. ചെല്ലുന്ന വഴി ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, അത് പറയരുത്. അവിടെ ഒരു കസ്റ്റമർ ആണ്, ഒരു എൻഡ് യൂസർ ആണെങ്കിൽ, യൂസറുടെ വീട്ടിലാണ് ചെന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ റെഫറൽ പ്ലാൻ നമ്മൾ പറയരുത്, അല്ലെ? ഭാവിയിലേക്ക് നമ്മൾക്ക് ഇതിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടോ അവരുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമാണ് ഒരു സെയിൽസ്മാന് അവന് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അത് ഉറപ്പാ. ഞാൻ ഇൻഷുറൻസിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു ബ്രേക്ക് വേണ്ടി വന്നു, എന്നാലും ഞാൻ എന്റെ കോഡിന്റെ അത് കൊടുത്തു. എനിക്ക് കറക്റ്റ് ഫോളോ അപ്പ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ, സ്കൂട്ടർ ഓടിക്കാൻ പറ്റാതെയൊക്കെ ഞാൻ കുറെ നാളിരുന്നപ്പോ ആളുകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർക്കൊന്ന് ഫിസിക്കലി ഒക്കെ എനിക്ക് അവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ എനിക്ക് ടൂ വീലർ ഒന്നും ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊന്ന് പതുക്കെ അതിൽ നിന്ന് ബ്രേക്ക് ആയത്. കാരണം അവിടെ ഇൻഷുറൻസ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ മാത്രം അവർക്ക് ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർ മാർച്ചിൽ പോയിട്ട് 12 പോളിസി കഴിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഫീൽഡിൽ ഒരു കാര്യമില്ല. നിൽക്കാനായിട്ട് ബെഗ് ചെയ്യാണ് അവർ ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ കയ്യിലിരിക്കുന്ന, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും ബെഗ് ചെയ്യണ ആളല്ല. ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ കാര്യങ്ങൾ പറയും, അവർ അഡ്വൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കുക. അത് ഡിമാൻഡ് ചെയ്തിട്ട് ഒരു ബിസിനസ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്നിട്ട് അയ്യോ ഇത് ഒരെണ്ണം എടുക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെഗ് ചെയ്യാൻ പറ്റില്ല. ബെഗേഴ്സ് അല്ല സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് 7ാമത്തെ പോയിന്റ് പറഞ്ഞു, നമ്മൾ ഫോളോ അപ്പ് കൊടുത്തു, അല്ലെ? ഫോളോ അപ്പ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഷാജി മാഡം നമ്മുടെ കറക്റ്റ് ഫോളോ അപ്പ് പോകുന്നുണ്ടല്ലോ, അല്ലെ? അവരുമായിട്ട് റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ടല്ലോ, അല്ലെ? അത് പൈസ വാങ്ങിയിടുന്നതും അതിനുശേഷം ആ ഫോളോ അപ്പ് ഉണ്ടാവണം. അവരിന്ന് റെഫർ വരും, അവർ ഭാവിയിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ അവരെ ഇതൊക്കെ നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ അറിയിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം 8ാമത്തെ പോയിന്റ്, നമ്മുടെ സമയം കറക്റ്റ് ആവുന്നു. 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറെ നാൾ മുൻപ് നമ്മൾ ചെയ്തിരുന്ന കാലമല്ല ഇപ്പോൾ, അല്ലെ? എൻറ്റയർലി ഡിഫറെന്റ് ആയി. ഞാനൊക്കെ ഒരു സെയിൽസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തില്ല, സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യണത് ഇല്ല. പക്ഷെ ഇപ്പൊ അത് ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്താണ്, ഞാൻ ഇനി അത് പഠിക്കാനുള്ള. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. അതാണ് ഇനി അടുത്ത ഇത്. അപ്പൊ നമ്മൾ എപ്പോഴും മാർക്കറ്റുമായി അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ്, അതിന് എല്ലാ ക്യാപ്സ്യൂൾ രൂപത്തിൽ കമ്പനി തന്നെ തരട്ടെ എന്ന് വിചാരിച്ച് ഇരുന്ന തെറ്റ്. നമ്മൾ എന്താക്കണം? നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്, അല്ലെ, നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മറ്റു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് നമ്മൾക്ക് അറിയാനുള്ള അറിവുകൾ എന്തൊക്കെയുണ്ടോ? ഇപ്പൊ അത് നമ്മുടെ സംസാർ ഒരിക്കൽ പറയുന്നുണ്ടായി, സൈലത്തിന്റെ കോഴ്സ് സാറിന്റെ മകൾ 10th പഠിക്കണേ. അദ്ദേഹം ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടി എന്ത് ചെയ്തു? സൈലത്തിന് കോള് വന്നു അവർക്ക്, കുട്ടിക്ക് ഇതിനു വേണ്ടിയിട്ട്. അദ്ദേഹം അവരെ വിളിച്ചു, അവര് വന്നു, വീട്ടിൽ 2 പ്രാവശ്യം വന്നു. അവര് സൈലത്തിനെ പറ്റി A to Z അദ്ദേഹം മനസ്സിലാക്കി. മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിൽക്കുന്ന സാൻവോസിറ്റി ആണ്, അദ്ദേഹം അതിന്റെ അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു മാർക്കറ്റിലുള്ള മറ്റൊരു പ്രോജക്റ്റിനെ പറ്റി അദ്ദേഹത്തിന് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വന്നു, അദ്ദേഹം അവരോട് വരാൻ പറഞ്ഞു. കുട്ടി 10ലാണ് പഠിക്കുന്നത്, സാറിന്റെ മോള് 10ലാണ് പഠിക്കണേ. അതിനെപ്പറ്റി മനസ്സിലാക്കി. എന്താ വില? സാർ പറഞ്ഞില്ലേ 34 സംതിങ്ങോ അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞല്ലേ? ഞാൻ ഓർക്കുന്നു ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത്.
അതിനെപ്പറ്റി മനസ്സിലാക്കി ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള കുട്ടികൾ, ഇപ്പൊ ഞാനിപ്പോ കുട്ടികള് ട്യൂഷന് പോകണ്ട, എവിടെയാണ്, എത്ര രൂപ ഫീസ്, എങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അതിലിപ്പോ എന്റെ വിന്നേഴ്സ്, എന്റെ ഫ്രണ്ടിന്റെ മകൻ അറ്റൻഡ് ചെയ്യുന്നു, വിന്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ട്യൂഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും, ഇതിന് എത്ര രൂപയാണ്, ഇത് എങ്ങനെയാണ് കുട്ടി അറ്റൻഡ് ചെയ്യണേ എന്നൊക്കെ അവളുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. അവരുടെ സ്കൂളിൽ വിന്നേഴ്സുകാർ കയറി, മൊത്തം വിന്നേഴ്സുകാർ അത് കുറെ നാളെ, എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ, 3 അത് എന്നായി തോന്നുന്നു, അവരുടെ സ്കൂളിൽ കൊടുത്തിട്ട് ഇപ്പൊ ആ കുട്ടികൾ റെഗുലർ ആയിട്ട് എല്ലാ ഇയറിലും അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതേപോലെ നമ്മുടെ ലീഡ് ജനറേറ്റ് ചെയ്യും, മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക കൃത്യമായിട്ട്. ഇനി നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. പ്രോജക്റ്റിനെ പറ്റി പുതിയ പ്രോഡക്റ്റുകൾ വരാൻ പോകുമ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അങ്ങനെ നമ്മൾ ലൈവായിട്ട് ഉണ്ടാവണം. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ച ഒരു പാഠം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു പാഠം, നമുക്ക് വയ്യാന്ന് വിചാരിക്കുക, നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, എങ്കിലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇൻഷുറൻസിൽ നിന്ന് ഞാൻ കുറച്ച് നാള് ഇതായിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് വന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് എന്റെയൊക്കെ റിന്യൂവൽ കമ്മീഷൻ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അത് കൊടുത്തു പോകണം. എന്നാമത്തെ റിന്യൂവൽ കമ്മീഷനൊക്കെ ഞാൻ കിട്ടണം. എനിക്കൊക്കെ അത്യാവശ്യം കുറച്ച് റിന്യൂവൽ കമ്മീഷനൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാന് ആ വയ്യാതിരുന്നപ്പോഴൊക്കെ ഈ പ്രോഗ്രാമിൽ കയറാതിരുന്നു. ഞാൻ അതിന്റെ ശ്രദ്ധയൊന്ന് കുറച്ച് ഈ നെറ്റ്വർക്കിലേക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചു ആ സമയങ്ങളിൽ. കാരണം അപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോവാതെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ വീട്ടിലിരുന്നിട്ട് ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും യാത്ര ഉണ്ടായിരുന്നില്ല. വളരെ റെയർ ആയിട്ട് വരുന്ന മീറ്റിങ്ങുകൾക്ക് മാത്രം ഞാൻ പങ്കെടുക്കുള്ളൂ, അല്ലാതെ ഒരാളെ ഞാൻ കാണാൻ പോവില്ല. ലക്ഷങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നന്നായി പൈസ കിട്ടുന്നതുകൊണ്ട് അതിനെ പതുക്കെ ഒന്ന് ഒരു മൂലക്കിലേക്ക് ആക്കി. അപ്പൊ അവരുടെ മീൻസ് ഞങ്ങളുടെ LICയുടെ പ്രോഗ്രാംസിന് ഞാൻ പങ്കെടുക്കില്ലായിരുന്നു. പ്രോഗ്രാമിന് പങ്കെടുക്കാതെ വന്നപ്പോ എന്തായി, അവിടെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വന്നു. പുതിയ പ്രോഡക്റ്റ്, അതായത് ഞങ്ങളുടെ അങ്കമാലി ബ്രാഞ്ചിൽ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. ഞാനത് വലിയ വലിപ്പമായിട്ട് പറയുന്നതല്ല. ഞങ്ങളുടെ മാനേജർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, മാഡം അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അതിന് മുമ്പേ ഞാൻ പഠിച്ചിട്ടുണ്ടാവും അത്. കാരണം അതിന്റെ ഫീച്ചേഴ്സ് ഞങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണെന്ന്, അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ചോദിക്കും, രസമാണ് എനിക്കത് അങ്ങനെ പറയാനൊക്കെ ആയിട്ട്. ഭയങ്കര എൻജോയ് ചെയ്തിരുന്നതാണ്. അതുപോലെ എന്റെ യൂണിറ്റിന്റെ സൂപ്പർവൈസർ ആയിരുന്നു. എന്റെ യൂണിറ്റിനെ ഈ പ്ലാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. 4-5 വർഷം അവിടെ അങ്ങനെ ജോലി ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആള്. എനിക്ക് ഇഷ്ടമാണ് അത്. ഞാൻ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പുതിയ പ്ലാനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. എന്തുകൊണ്ട്? ഞാൻ അപ്ഡേറ്റഡ് ആയില്ല അവിടെ. അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെ അപ്ഡേറ്റഡ് കൃത്യമായിട്ട് അത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടും നമ്മുടെ മാർക്കറ്റ് സ്റ്റഡിയും ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ള ബിസിനസ് ആര് ചെയ്യുന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അതിനുവേണ്ടി എന്ത് വേണം? ട്രെയിനിങ്സ്. ഞാൻ നന്നായിട്ട് പേയ്മെന്റ് കൊടുത്ത് ട്രെയിനിങ് എടുക്കണേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ പേയ്മെന്റുകൾ കൊടുത്ത് ട്രെയിനിങ് എടുക്കാത്തത്. മറ്റത് സമത് സാർ ആയിക്കോട്ടെ, ഞങ്ങൾ ട്രെയിനിങ്ങൾ നല്ല പേയ്മെന്റ് കൊടുത്ത് ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരാ, മറ്റു പല ട്രെയിനേഴ്സിന്റെ ഒക്കെ. കാരണം ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പലരും പല രീതിയിൽ അവതരിപ്പിക്കുക, അല്ലെ? ഇവിടെ സമത് സാർ അവതരിപ്പിക്കുന്ന പോലെയല്ല സജി ഡേവിസ് പറയുന്ന പോലെയല്ല ഡോൺ പറയുന്ന പോലെ. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന എന്നെക്കാളും കഴിവുള്ള വലിയ ട്രെയിനേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം പറയാണ് RK സാറ്. വളരെ ഗംഭീര ട്രെയിനറാ RK സാറ്. നമ്മൾ കേൾക്കുന്നത് ഭയങ്കര ഗംഭീര ട്രെയിനറാ. കോര സാർ, അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. വളരെ ഗംഭീര ട്രെയിനേഴ്സ് ആണ്. ഇനി മറ്റുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ മുൻപിൽ ഇരിക്കുന്ന പലരും എന്നേക്കാൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അറിയാനും പറയാനും പഠിപ്പിക്കാനും കഴിവുള്ളവരാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയണം. ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് കമ്പനിയുടെ പ്ലാൻ ഞാൻ കേൾക്കും. ആര് എന്നോട് ഒരു പ്രോജക്റ്റ് വന്നു, സാർ അതിന്റെ PPT അയച്ചോളൂ, അതിന്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അയച്ചോളൂ എന്ന് ഞാൻ പറയും. എന്തിനാണെന്നറിയാമോ? അത് പ്ലാൻ പഠിക്കാനാ. അവരുടെ പ്രോജക്റ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ. അത് എന്റെ ഇപ്പോഴത്തെ ഒരു ശൈലിയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. ഇപ്പൊ ഇന്നലെ 2 എനിക്ക് അയച്ചത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇനി എന്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? ഈ പ്ലാനുകളൊക്കെ പഠിക്കും. അവരെന്താണ് പ്രോഡക്റ്റ് കൊടുക്കണേ, എന്താണ് ഒരു പ്ലാൻ എന്ന്. കാരണം ഈ മാർക്കറ്റിൽ ഞാൻ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഞാൻ ഇരിക്കണമെങ്കിൽ ഞാനത് അറിയണം. മറ്റു പല കമ്പനികളുടെ പ്ലാൻ ഞാൻ പഠിക്കണം. എന്നാലല്ലേ നമ്മൾക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് എത്രത്തോളം നമ്മൾ മെച്ചപ്പെട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് അറിയണ്ടേ?
എന്നാലല്ലേ നമ്മുടെ കമ്പനിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട്. ഇനി ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കുക, അവര് മാർക്കറ്റിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ എന്താണ് വരുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് പഠിക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. 8ാമത്തെ പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് എന്തായിരുന്നു? മൈൻഡ് സെറ്റ് ആൻഡ് പ്രിപ്പറേഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രോസ്പെക്ടിങ് ആൻഡ് ലീഡ് ജനറേഷൻ. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. 4 പറഞ്ഞത് പ്രസന്റേഷൻ ആൻഡ് വാല്യൂ പ്രപ്പോസിഷൻ. 5 ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. 6 ക്ലോസിംഗ് ദ ഡീൽ. 7 ഫോളോ അപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്. 8 കണ്ടിന്യൂസ് ലേണിംഗ്. അതായത് 8ാമത്തെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ? നമ്മളെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട്, നമ്മളൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് റേഷ്യോ, അതായത് നമ്മളുടെ സക്സസ് റേഷ്യോ എത്രയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തണം. ഞാൻ പ്ലാൻ പോയി പറഞ്ഞു. എന്തുകൊണ്ട്? ചില ആളുകൾക്ക് 10 പേരോട് പറഞ്ഞാൽ ഒരാള് ക്ലോസിംഗ് നടക്കുള്ളൂ, ചില ആള് 2 ആള്, ചില ആള് 5 പേരെ ആ സമയത്ത് ക്ലോസ് ചെയ്യും അല്ലെ? അപ്പൊ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് 10 പേരോട് പറഞ്ഞാൽ 8 പേരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. അത് കഴിഞ്ഞ 10 പേരോട് 10, അത് ഒരിക്കലും ഒരു സെയിൽസ്മാന് പറ്റില്ല. കാരണം പല റീസൺസ് ഉണ്ടാവും അതിന് അല്ലെ? അപ്പൊ ഇനി വേണ്ട, ഞാൻ പറയണു, നമുക്ക് 10 പേരോട് പറഞ്ഞാൽ 5 പേരെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഈ പഠനം, കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സെയിൽസ്മാന്. എല്ലാവർക്കും അതും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.